ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 8ാമത്തെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നാം വിവരിച്ചത്. അതായത് കുന്തി സ്തുതിയും കുന്തിദേവി ഭഗവാനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വ്യത്യസ്തമായ 2 വരങ്ങളും. ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും കുന്തിദേവി ആവശ്യപ്പെട്ട ആ 2 വരങ്ങളെക്കുറിച്ച് അറിയേണ്ടതാണ്. നമ്മൾ ഭൗതിക ജീവിതത്തിൽ പെട്ടുകിടക്കുമ്പോൾ ആ ജീവിതം നമുക്ക് ഭഗവാനോട് അടുക്കുവാനുള്ള ഒരു വിലങ്ങുതടിയായി മാറും എന്ന് അറിഞ്ഞുകൊണ്ട് ദേവി പറയുന്നു, എനിക്ക് പാണ്ഡവാദികളോടും യാദവാദി വംശത്തോടുമുള്ള എല്ലാ ബന്ധവും മനസ്സിൽ നിന്ന് വിച്ഛേദിച്ചു തരണേ ഭഗവാനെ എന്ന്. അതിനു മുൻപ് കുന്തിദേവി ആവശ്യപ്പെട്ട ആദ്യത്തെ വരമായിരുന്നു, എനിക്ക് ആപത്തുകൾ തരണേ, സമ്പത്ത് തരല്ലേ എന്ന്. ഇതെല്ലാം നമ്മൾ നേരെ തിരിച്ചാണ് നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. സമ്പത്ത് കിട്ടുമ്പോൾ അതിൻ്റെ അഭിമാനത്തിൽ, അതിൻ്റെ അഹംഭാവത്തിൽ നാം ഭഗവാനെ മനസ്സിൽ നിന്ന് പുറന്തള്ളുന്നു. എന്നാൽ ആപത്ത് കാലങ്ങൾ വരുമ്പോൾ ഭഗവാനെ നിരന്തരം സ്മരിക്കുകയും ഭഗവാനെ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നമ്മെ കൂടെ നിർത്തുകയും ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഭഗവാൻ വിളയാടുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവവേദ്യമാകും. അതുകൊണ്ടാണ് കുന്തിദേവി പറഞ്ഞത്, ധാരാളം അനുഭവങ്ങൾ കുന്തിദേവിയുടെയും മക്കളുടെയും ജീവിതത്തിൽ ദുരന്തമായ അനുഭവങ്ങൾ, തുല്യമായ അനുഭവങ്ങൾ, മരണത്തെക്കാൾ മോശമായിട്ടുള്ള അഭിമാനക്ഷതം, ഇതിനെല്ലാം ഭഗവാനായിരുന്നു അവർക്ക് ഏക ആശ്രയം. ഭഗവാനെ മാത്രം ആശ്രയിച്ചു നിന്ന 5 പേർ ധർമ്മയുദ്ധത്തിൽ വിജയിച്ചു. ഭഗവാനെ തിരിച്ചറിയാതിരുന്നവർ ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളും രാജകീയ പദവികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും, ശ്രേഷ്ഠന്മാർ കൂടെ ഉണ്ടായിരുന്നിട്ടും അവർ അധപ്പതിച്ച് നാമാവിശേഷമായി പോകുന്ന കാര്യമാണ് നാം കാണുന്നത്. എവിടെ ഭഗവാനുണ്ടോ അവിടെ ധർമ്മവും വിജയവുമുണ്ട് എന്ന് വീണ്ടും മഹാഭാരത യുദ്ധം നമ്മെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ യുധിഷ്ഠിരൻ, അതായത് ധർമ്മപുത്രർ, മഹാഭാരത യുദ്ധത്തിൽ ബന്ധുക്കളെ കൊല്ലേണ്ടി വന്ന ആ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ശരീര അഭിമാനം കൊണ്ടും അവിവേകം കൊണ്ടുമുണ്ടായ സ്നേഹത്താൽ പരവശനായ അദ്ദേഹം ഭഗവാനോട് പറയുകയാണ്, യാത്രയായി നിൽക്കുന്ന ഭഗവാനോട്, എൻ്റെ അജ്ഞാനത്തിൻ്റെ വലിപ്പം നോക്കൂ കൃഷ്ണ. നശിക്കുന്ന ഈ ശരീരത്തെ രാജകീയമായ സുഖം കൊണ്ട് തൃപ്തിപ്പെടുത്താമെന്ന് വ്യാമോഹിച്ച ഞാൻ എത്ര ബുദ്ധിശൂന്യനാണ് ഭഗവാനെ. അതിനുവേണ്ടിയല്ലേ ഞാൻ 18 അക്ഷഹുണി സൈന്യത്തെ സംഹരിച്ചത്. യുദ്ധത്തിൽ കുട്ടികൾ, ബ്രാഹ്മണർ, സുഹൃത്തുക്കൾ, പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ, സഹോദരന്മാർ, ഗുരുനാഥന്മാർ, ഇവരെയെല്ലാം ഞാൻ സംഹരിപ്പിച്ചത് എൻ്റെ ഈ ശരീരബോധം കൊണ്ടാണല്ലോ. എത്ര കാലം കഴിഞ്ഞാലും ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ പോകുന്നില്ല. രാജാവിന് ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളെ കൊല്ലുന്നത് പാപമല്ല എന്ന് സ്മൃതിവാക്യമുണ്ട്. എന്നാൽ അതൊന്നും എൻ്റെ പ്രവൃത്തിയെ സാധൂകരിക്കാൻ കാരണമായി തീരുന്നില്ല ഭഗവാനെ. യുദ്ധത്തിൽ വധിക്കപ്പെട്ട ബന്ധുക്കളുടെ, സ്ത്രീകളുടെയെല്ലാം, അതുപോലെ വിധവകളായി അവരെല്ലാം മാറിയില്ലേ? ആ പാപത്തിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ്? ഗൃഹസ്ഥാശ്രമ ധർമാചരണം കൊണ്ട് അതെനിക്ക് ആ പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. യാഗങ്ങളെ കൊണ്ട് ചെയ്യപ്പെടുന്ന പ്രായശ്ചിത്തങ്ങൾ പോലും എൻ്റെ പാപത്തെ നശിപ്പിക്കുവാൻ പര്യാപ്തമാണോ ഭഗവാനെ? അതിനാൽ ഞാൻ കാട്ടിൽ പോയി തപസ് ചെയ്ത് എൻ്റെ പാപത്തെ ഞാൻ നശിപ്പിക്കാൻ ശ്രമിക്കട്ടെ കണ്ണാ എന്ന് ചോദിക്കുകയാണ്. ഭീമസേനൻ, അർജുനൻ മുതലായ സഹോദരന്മാരും വ്യാസൻ, ധൗമ്യൻ മുതലായ മഹർഷിമാരും ഉപദേശിച്ചിട്ട് യുധിഷ്ഠിരന് മനസ്സമാധാനം കിട്ടിയില്ല. ഭഗവാൻ അരുളി ചെയ്യുകയാണ്, അങ്ങയുടെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മ വശങ്ങൾ അങ്ങയ്ക്ക് അറിഞ്ഞുകൂടാ. അങ്ങയ്ക്ക് ധർമ്മത്തിൻ്റെ സൂക്ഷ്മ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അങ്ങയുടെ ഉള്ളിൽ ഈ ദുഃഖം അകാരണമായി ജനിക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ധാർമ്മികന്മാരിൽ ശ്രേഷ്ഠനാണ് ഭീഷ്മർ. അദ്ദേഹം കുരുക്ഷേത്രത്തിൽ ശരശയനത്തിലാണ്. അദ്ദേഹത്തെ സമീപിച്ച് ധർമ്മസ്വരൂപത്തെ ചോദിച്ചു മനസ്സിലാക്കൂ. എന്നാൽ അങ്ങയുടെ മനസ്സിൻ്റെ അസ്വാസ്ഥ്യം നീങ്ങി സ്വസ്ഥമായ മനസ്സും ധർമ്മവും അങ്ങയ്ക്ക് തിരിച്ചറിയാൻ കഴിയും.
എന്ന് ഭഗവാൻ അരുളി ചെയ്തതനുസരിച്ച് യുധിഷ്ഠിരൻ ഭീഷ്മരെ കാണാനായി കുരുക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുന്ന ഭാഗമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കുരുക്ഷേത്രത്തിൽ സ്വച്ഛന്ത മൃത്യു വരിക്കുവാൻ വേണ്ടി കാത്തുകിടക്കുന്ന ശരശയനത്തിൽ അർജുനന്റെ അമ്പേറ്റ് ശകുനിയെ മുൻനിർത്തി അർജുനൻ അമ്പെയ്ത ആ അമ്പാൽ വീണുപോയ ആ ശരശയനത്തിൽ കുരുക്ഷേത്ര യുദ്ധമുഖത്ത് തൻ്റെ മരണം കാത്തു കഴിയുന്ന ആ ഭീഷ്മ പിതാമഹനാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, അതായത് ദ്വാപര യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ധർമാചരണം ചെയ്യുന്ന ആൾ. എന്നിട്ടും അദ്ദേഹം മരിക്കുന്നതിന് അല്ലെങ്കിൽ അർജുനന്റെ അമ്പേൽക്കാൻ കാരണം എന്ത് എന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം അധർമ്മപക്ഷത്തായിരുന്നു യുദ്ധത്തിന് സന്നദ്ധനായി നിന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ധർമ്മം, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം അറിയാവുന്ന മനുഷ്യജീവി എന്ന നിലയിൽ പോലും അദ്ദേഹം അവിടെ ശരശയ്യയിൽ വീണു പോകുന്ന അവസ്ഥയുണ്ടായത് അധർമ്മപക്ഷത്തിന്റെ ഭാഗത്തായതുകൊണ്ടാണ്. ധർമ്മത്തിന്റെ സ്വരൂപം ചോദിച്ചു മനസ്സിലാക്കാനായി യുധിഷ്ഠിരൻ അനുജന്മാരോടും ശ്രീകൃഷ്ണനോടും ഒന്നിച്ച് കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ചവർക്ക് ഹംസതൂലികാമെത്തയും ശരശയനവും തുല്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദേവലോകത്തു നിന്നും വീണ ആ ദേവലോകത്തു നിന്നും വീണ് ഭൂമിയിലേക്ക് വീണ ഒരു ദേവനെ പോലെ തേജസ്വിയായി ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്നു. ഒരു ഹംസതൂലിക ശയ്യയിൽ മയിൽപീലി കൊണ്ട് ഒരു ശയ്യ ഉണ്ടാക്കിയാൽ അതിൽ കിടക്കുന്ന പോലെ മൃദുത്വമാണെന്ന് ആ ശരശയ്യയിൽ കിടക്കുന്നതും. അത് എങ്ങനെയുള്ളവർക്കാണ്? മനസ്സ് ഈശ്വരനിൽ ഉറപ്പിച്ചവർക്ക് എവിടെ കിടന്നാലും അവർ ശാന്തരാകും. അവര് ദേവലോകത്തു നിന്ന് വീണ ഒരു ദേവനെ പോലെ തേജസ്വിയായി ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുകയാണ് യുദ്ധഭൂമിയിൽ. പാണ്ഡവരും ഭഗവാനും അദ്ദേഹത്തെ നമസ്കരിച്ചു. ഭീഷ്മർക്ക് ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുവാനായി ഭഗവാൻ കുരുക്ഷേത്രത്തിലേക്ക് വരുന്ന വിവരമറിഞ്ഞ് അസംഖ്യം മഹർഷിമാർ ഭീഷ്മരെ കാണാൻ വന്നു. ഭീഷ്മരുടെ അവസാന യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഭീഷ്മർ തൻ്റെ ആ ഭൗതിക ശരീരം വെടിയുന്നത്. അതിൻ്റെ സമയമായതിനാൽ ഭഗവാനും ഈ പാണ്ഡവരോടൊപ്പം ഭീഷ്മർ ശയിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഭീഷ്മരുടെ ഭക്തിയും ഭഗവാന്റെ വാത്സല്യവും തമ്മിൽ നടക്കാൻ പോകുന്ന ആ മത്സരം കാണലായിരുന്നു ഋഷിമാരുടെ എല്ലാ ഉദ്ദേശം. അതുല്യമായിട്ടുള്ള ആ അസുലഭമായ മുഹൂർത്തം കാണുവാൻ ഋഷിമാരും മറ്റ് എല്ലാവരും അവിടെ എത്തിച്ചേരുകയാണ്. ഭഗവാനും ധർമ്മ ആചരണത്തിലൂടെ ജീവിതം നയിച്ച പ്രതിജ്ഞയിലൂടെ ജീവിതം നയിച്ച ആ ഭീഷ്മരും അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഭക്തവത്സലനായ ഭഗവാനും തമ്മിലുള്ള നേർക്കുനേർ കാഴ്ച. അപ്പോൾ അങ്ങനെ ശിഷ്യന്മാരും മഹർഷിമാരും അവരുടെ ശിഷ്യന്മാരും എല്ലാവരും കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വന്നു. തനിക്ക് ദർശനം തന്ന് അനുഗ്രഹിക്കാൻ എത്തിച്ചേർന്ന മഹർഷിമാരെ എല്ലാം ശ്രേഷ്ഠനായ ഭീഷ്മർ മനസ്സുകൊണ്ട് പൂജിച്ച് സൽക്കരിച്ചു. ശ്രീകൃഷ്ണന്റെ പ്രഭാവം അറിയാവുന്ന അപൂർവം ചിലരിൽ ഒരാളായിരുന്നു ഭീഷ്മർ. ജഗദീശ്വരനും തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും യോഗമായ കൊണ്ട് സ്വരൂപം സ്വീകരിച്ച് തൻ്റെ മുൻപിൽ എഴുന്നള്ളി നിൽക്കുന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭീഷ്മർ വിധി പോലെ മനസ്സുകൊണ്ട് ആരാധിച്ചു. അപ്പോൾ ഭഗവാനും യോഗമായാദേവി തൻ്റെ തന്നെ ഉള്ളിലിരിക്കുന്ന ആ മായാ സൃഷ്ടിയുടെ ഒരു സൃഷ്ടിയായി മാറിയാണ് ഒരു ശരീരമെടുത്തത്. അതാണ് ഭീഷ്മർ അങ്ങനെ ഭഗവാനെ മനസ്സിൽ ആരാധിച്ചത്. തൻ്റെ സമീപത്ത് സ്നേഹത്തോടും വിനയത്തോടും കൂടിയിരിക്കുന്ന പാണ്ഡവരെ വാത്സല്യം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടെ ഭീഷ്മർ നോക്കി അവരോട് പറഞ്ഞു, ധർമാചരണത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പാണ്ഡവന്മാരെ, നിങ്ങൾ ബ്രാഹ്മണരെയും ധർമ്മത്തെയും ഭഗവാനെയും ആശ്രയിച്ചവരാണ്. ബ്രാഹ്മണരെയും ധർമ്മത്തെയും ഭഗവാനെയും ആശ്രയിച്ചവരാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. അധിരഥനായ പാണ്ഡു മരിച്ചപ്പോൾ നിങ്ങൾ വെറും കുട്ടികളായിരുന്നു. നിങ്ങളെ പോറ്റി വളർത്തിക്കൊണ്ടുവരുവാൻ പാവം കുന്തി വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്.
ധാർമ്മികരായ നിങ്ങൾക്ക് ഇങ്ങനെ ദുഃഖം സഹിക്കേണ്ടി വന്നത് കാലത്തിൻ്റെ പ്രഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. കാലപ്രഭാവത്തിൽ എത്ര ധർമാചരണം ആചരിക്കുന്നവർക്കും അവരുടെ മുജന്മ പാപങ്ങൾ അനുഭവിക്കേണ്ടി വരുമല്ലോ. 14 ലോകങ്ങളും ഇന്ദ്രൻ മുതലായ ലോകപാലകന്മാരും കാറ്റിനെയും മേഘങ്ങളെയും കാലത്തിനും എല്ലാം വശപ്പെട്ടവരാണ് എല്ലാ ദേവന്മാരും, എല്ലാ 14 ലോകത്തിലുള്ളവരും. എന്നാൽ ശക്തരിൽ വെച്ച് ശക്തനായ ഭീമൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വില്ലാളികളിൽ ശ്രേഷ്ഠനാണ് അർജുനൻ. വില്ലിൽ വെച്ച് ശ്രേഷ്ഠമാണ് ഗാന്ധീവം. ഇവയെല്ലാം നിങ്ങൾക്കുണ്ട്. ഇതിനെല്ലാം പുറമെ എപ്പോഴും രക്ഷയ്ക്കായി ശ്രീകൃഷ്ണനും നിങ്ങളുടെ കൂടെയുണ്ട്. ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ആപത്തൊഴിഞ്ഞ ഒരു സമയമുണ്ടായിട്ടില്ല. യുധിഷ്ഠിര, കാലസ്വരൂപനായ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല. ഈശ്വരേച്ഛയെ അറിയാൻ ശ്രമിക്കുന്ന വിദ്വാൻമാർ പോലും മയങ്ങിപ്പോകുന്നു. കാലസ്വരൂപേണ നിങ്ങൾക്ക് ദുഃഖത്തെ തന്നതും ശ്രീകൃഷ്ണ സ്വരൂപേണ നിങ്ങളെ ഓരോ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചതും ഒരേ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിട്ടും പാണ്ഡവർ അനുഭവിച്ച തീരാ ദുരിതങ്ങളുടെ പട്ടിക എടുത്തു പറയുകയാണ് ഭീഷ്മർ ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട്. പക്ഷേ ആ ദുഃഖങ്ങളാകുന്ന അല്ലെ പ്രശ്നങ്ങളാകുന്ന ഓരോ പരീക്ഷണം നിങ്ങൾക്ക് തരുമ്പോഴും ശ്രീകൃഷ്ണ സ്വരൂപേണ നിങ്ങളെ ആ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചതും ആ ഒരേ ഒരു ഭഗവാൻ തന്നെയാണ്. അതാണ് കുന്തിസ്തുതിയിലും ഭഗവാനോട് കുന്തിദേവിയും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഭഗവാൻ കാലസ്വരൂപേണ നിങ്ങൾക്ക് തന്നത്. ഓരോ ആപത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ ഭഗവാനിൽ ഭക്തിയുണ്ടാകും. അതിനാണ് കൃഷ്ണസ്വരൂപേണ നിങ്ങളെ വീണ്ടും വീണ്ടും ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിച്ചത് ഭഗവാൻ. വന്നു ചേർന്ന ദുഃഖങ്ങളെല്ലാം തങ്ങളെ നന്നാക്കാനാണെന്ന ബോധത്തോടെ അവയെ ഭഗവത് പ്രസാദമായി കണ്ടുകൊണ്ട് ഭഗവാന്റെ കയ്യിലെ ഒരു കളിപ്പാവയെ പോലെ അനാഥരായ പ്രജകളെ രക്ഷിക്കലാകുന്ന ആ സ്വധർമ്മം അനുഷ്ഠിക്കൂ യുധിഷ്ഠിര പാണ്ഡവാദികളെ എന്ന് ഭീഷ്മർ പറയുകയാണ്. ഭഗവാന്റെ കയ്യിലെ ഒരു കളിപ്പാവയെ പോലെ അനാഥമായ പ്രജകളെ രക്ഷിക്കുന്ന സ്വധർമ്മം, ക്ഷത്രിയന്റെ ധർമ്മമാണ് പ്രജകളെ രക്ഷിക്കുക എന്നുള്ളത്. ആ ധർമ്മം അനുഷ്ഠിക്കൂ. യുധിഷ്ഠിരൻ തൻ്റെ സ്വധർമ്മം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുവാൻ ആഗ്രഹിച്ച ആ ഒരു അവസരത്തിലാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്, നിങ്ങളുടെ ധർമ്മം അനാഥരായി പോയ പ്രജകളാണ്, അവരെ സംരക്ഷിക്കലാണ്, അത് നീ ചെയ്യൂ എന്ന് പറയുകയാണ്. ഏതൊരു ഭഗവാന്റെ ഇച്ഛയെ അറിയാൻ ശ്രമിക്കുമ്പോൾ പരമജ്ഞാനികളായ ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാർ പോലും മയങ്ങിപ്പോകുന്നുവോ, ആ ആദിനാരായണനായ ആ പരമപുരുഷൻ ലോകത്തെ മുഴുവൻ തൻ്റെ മായയിൽ മോഹിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ യാദവരുടെ ഇടയിൽ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചവനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഭഗവാന്റെ ഇച്ഛയെ അറിയാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ പരമജ്ഞാനികളായ ബ്രഹ്മാദി ദേവന്മാർ, ആ ശ്രേഷ്ഠരായ ദേവന്മാർ പോലും മയങ്ങിപ്പോകുന്നു. ആ ഭഗവൽ ആ ശ്രേഷ്ഠതയിൽ, ആ ഭഗവാന്റെ തീവ്രമായ ആ പ്രഭാവലയത്തിൽ ഭഗവാനെ അറിയാൻ തുടങ്ങുന്നവർ എല്ലാം മയങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറിയാൻ കഴിയാത്ത മഹാശ്രേഷ്ഠന്മാർക്ക് പോലും, ദേവന്മാർക്ക് പോലും, ബ്രഹ്മാദി ദേവകൾക്ക് പോലും അറിയാൻ കഴിയാത്ത ആ ഭഗവാനാണ് മനുഷ്യസ്വരൂപേണ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്നാണ് ഭീഷ്മര് പാണ്ഡവരോട് ചോദിക്കുന്നത്. അതിരഹസ്യമാണ് കൃഷ്ണന്റെ മാഹാത്മ്യം. അത് 3 പേർക്കേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പരമശിവൻ, നാരദ മഹർഷി, കപില ഭഗവാൻ. ഇവർ 3 പേരുമാണ് ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അതിരഹസ്യമായ ഗൂഢതത്വം, അതായത് സാക്ഷാൽ പരബ്രഹ്മമാണ് ശ്രീകൃഷ്ണൻ എന്ന ആ തത്വം അറിഞ്ഞവർ 3 പേർ മാത്രം. അമ്മാവന്റെ മകനായും തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായും മിത്രമായും സുഹൃത്തായും കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ പലപ്പോഴും കാര്യാലോചനയ്ക്കുള്ള മന്ത്രിയായും ചിലപ്പോൾ ദൂതനായും സ്നേഹാധിക്യം കൊണ്ട് അർജുനന്റെ സാരഥിയായും ആരെ നിയോഗിച്ചുവോ ആ കൃഷ്ണന്റെ മാഹാത്മ്യം ഈ 3 പേരൊഴികെ മറ്റാർക്കും അറിയില്ല എന്ന് ഭീഷ്മർ പറയുന്നു. ആ 3 പേര് സാക്ഷാൽ പരമശിവൻ, നാരദ മഹർഷി, കപില ഭഗവാൻ. ഇവർക്ക് 3 പേർക്കുമേ നിങ്ങൾ
സ്നേഹം കൊണ്ട് തേരാളിയാക്കപ്പെട്ടവനും നിങ്ങളുടെ അമ്മാവന്റെ മകനായത് കാരണം തങ്ങൾക്ക് പ്രിയപ്പെട്ട മിത്രമായി കരുതിയവനും പലപ്പോഴും കാര്യ ആലോചനയ്ക്ക് വേണ്ടി മന്ത്രിയുടെ സ്ഥാനം കൊടുത്തവനും പിന്നെയോ ദൂത് പറയുവാൻ വേണ്ടി ദൂതനായി വിട്ടവനും എല്ലാം ഇങ്ങനെ വിട്ട ഈ ആളാണ് സാക്ഷാൽ ബ്രഹ്മചൈതന്യം എന്ന ആ ഗൂഢതത്വം 3 പേർക്കേ അറിയുള്ളൂ. എല്ലാറ്റിനെയും സമമായി കാണുന്നവനായി, അദ്വിതീയനായി, അഹങ്കാരരഹിതനായി, രാഗദ്വേഷങ്ങളില്ലാത്തവനായി വിളങ്ങുന്ന ഭഗവാന് നിങ്ങൾ തേര് തെളിപ്പിച്ചതുകൊണ്ട് ഒരു കുറവോ രാജസൂയത്തിൽ അഗ്രാസന പൂജ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും മേന്മയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭഗവാൻ തേരാളിയായി വന്നതുകൊണ്ട് ഭഗവാന് വല്ല കുറവോ രാജസൂയത്തിൽ പ്രധാന വ്യക്തിയായി ഭഗവാനെ വെച്ചതുകൊണ്ട് വല്ല മേന്മയോ ഭഗവാനില്ല. കാരണം നന്മയും മേന്മയും തിന്മയും കുറവും അഹന്തയും അപമാനവും ഒന്നും നിരഹങ്കാരമൂർത്തിയായ ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ഏകാന്ത ഭക്തന്മാരുടെ മുൻപിലെത്തുമ്പോൾ അവിടുത്തെ സമനില പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. പ്രപഞ്ച വസ്തുക്കളിൽ യാതൊന്നിലും ആഗ്രഹത്തിന്റെ കണിക പോലുമില്ലാതെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഭഗവാനെ സ്നേഹിക്കുന്നവരിലാണ് ഏകാന്ത ഭക്തി നിലനിൽക്കുന്നത്. ആ ഭക്തന്മാരുടെ മുന്നിലെത്തുമ്പോൾ ഭഗവാന്റെ സമനില ഇടയ്ക്കൊക്കെ തെറ്റാറുണ്ടെന്നാണ് ഭീഷ്മര് പറയുന്നത്. അവർ എന്ത് അനിഷ്ടം വന്നാലും ഭഗവാനെ ആണ് പരമ ആശ്രയമായി കാണുന്നത് ഏകാന്ത ഭക്തർ. അവർ ഭഗവാനെ ഭഗവത് കാരുണ്യമായിട്ടാണ് എന്തു വന്നാലും, നന്മ വന്നാലും തിന്മ വന്നാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണത് സംഭവിക്കുന്നത്. എനിക്കൊരു അനിഷ്ടം സംഭവിക്കുന്നത് ഭഗവാൻ എന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാവും എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് അനിഷ്ടം അല്ലെങ്കിൽ നമുക്ക് ആപത്ത് വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ നിരന്തരം വിളിക്കുന്നത്. ആ വിളിക്കുമ്പോൾ ഭഗവാന് നമ്മളിലേക്ക് ഓടിയെത്താനുള്ള ഒരു വഴി തുറക്കുകയാണ്. അപ്പോൾ നമ്മോടൊപ്പം ഇരിക്കുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആപത്തുകൾ തരുന്നത് എന്നാണ് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നത്. അവരോട് ഭഗവാന് പ്രത്യേകമായ വാത്സല്യമുണ്ട്. ഏകാന്ത ഭക്തരോട് അവരുടെ മുൻപിൽ സമനില പാലിക്കുവാൻ അവിടുന്ന് ശ്രമിച്ചാൽ പോലും കഴിയാറില്ല. ആ ഭക്ത വാത്സല്യം കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മരിക്കാൻ പോകുന്ന എനിക്ക് ദർശനം തരുവാനായി എഴുന്നള്ളി വന്നിരിക്കുന്നത്. ഭീഷ്മർ പറയുകയാണ്, ഭക്തിയോടെ മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ച് അവിടുത്തെ തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ട് ശരീരമുപേക്ഷിക്കുന്ന യോഗി ആഗ്രഹങ്ങളും കർമ്മവാസനകളും നശിച്ച് മുക്തനായിത്തീരുന്നു. ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ ദേവന്മാർക്കും ദേവനായ ഭഗവാൻ എന്നെ പ്രസാദിക്കുന്ന എന്നോട് പ്രസാദം കാണിക്കുന്ന ആ പുഞ്ചിരിയിലും കാരുണ്യ കടാക്ഷം വർഷിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ അല്പസമയം കൂടി കാത്തു നിൽക്കുവാൻ ഞാൻ കനിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഭക്തന്മാരെ നേരെ കാരുണ്യക്കടലായ ആ ഭഗവാൻ കാണിക്കുന്ന ആ പുഞ്ചിരിയും ആ കടാക്ഷ വർഷവും കൊണ്ട് എൻ്റെ മുൻപിൽ അല്പസമയം കൂടി കാത്തു നിൽക്കുവാൻ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ബോധം നഷ്ടപ്പെടുന്ന നിമിഷം വരെയും ഭഗവാൻ എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ ആ ഒരു കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോകല്ലേ. അങ്ങയെ കണ്ടുകൊണ്ട് മരിക്കുന്നത് ആ വിഷ്ണു പദപ്രാപ്തിയിലെത്തുവാൻ എന്നെ സഹായിക്കുന്നു. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കേട്ടോണ്ട് മരിച്ചാൽ പോലും മഹാപുണ്യമാണ്. അപ്പോൾ സാക്ഷാൽ ശ്രീ ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ അവസാനിപ്പിക്കട്ടെ എന്നാണ് ഭീഷ്മർ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ശരീരത്യാഗത്തിനൊരുങ്ങിയ ഭീഷ്മരോട് യുധിഷ്ഠിരൻ മഹർഷിമാർ കേട്ടുകൊണ്ടിരിക്കെ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെപ്പറ്റി ചോദിക്കുകയാണ്. ആദ്യമായി ഭീഷ്മർ മനുഷ്യരുടെ പൊതുവായ സാധാരണ ധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കുന്നു. മനുഷ്യരുടെ സ്വഭാവമനുസരിച്ച് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ 4 വർണ്ണങ്ങളിൽപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ, അതായത് ഈ ചാതുർവർണ്ണ്യം ഉള്ളത് എന്തുകൊണ്ടാണ്? മനുഷ്യരുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ ഈ ചാതുർവർണ്ണത്തിൽ അവർ പെട്ടിരിക്കുന്നത്. അല്ലാതെ അവരുടെ ജോലിയോ അവരുടെ സാമൂഹിക സ്റ്റാറ്റസോ ഒന്നും നോക്കിയിട്ടല്ല.
ബ്രഹ്മചാരി, ഗൃഹസ്ഥാശ്രമൻ, വാനപ്രസ്ഥൻ, സന്യാസി ഈ 4 ആശ്രമങ്ങളിൽപ്പെട്ടവരുടെ ധർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, രാജാക്കന്മാരുടെ ധർമ്മങ്ങൾ, സ്ത്രീകളുടെ ധർമ്മങ്ങൾ, മോക്ഷധർമ്മങ്ങൾ, ഭഗവത് ധർമ്മങ്ങൾ, ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങൾ, അവയെ സമ്പാദിക്കുവാനുള്ള അനുഷ്ഠാനങ്ങൾ എന്നിവയെ പല പല ഇതിഹാസങ്ങളിലൂടെ തത്വത്തെ അറിയുന്ന ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തു. അവസാനമായി സകല ധർമ്മങ്ങളിലും വെച്ച് ഉത്കൃഷ്ടധർമ്മം എന്താണെന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടിയായി വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ ആരാധിക്കലാണ് പരമമായ ധർമ്മമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം വ്യാസഭഗവാൻ രചിക്കുന്നത് തന്നെ. യുധിഷ്ഠിരനെ ധർമ്മം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ ശരശയ്യയിൽ വെച്ച് മരണത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ധർമ്മം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ആ ഉപദേശിച്ച ധർമ്മമാണ് വിഷ്ണു സഹസ്രനാമമായി മാറിയതും അത് ഉച്ചരിക്കുന്ന, അത് പാരായണം ചെയ്യുന്ന, ഉരുവിടുന്ന ഏതൊരു വ്യക്തിയും ധർമ്മബോധമുള്ളവനായി മാറുകയും ചെയ്യും. യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാവത്തിൽ ഭീഷ്മർ വിഷ്ണു സഹസ്രനാമ സ്തോത്രം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയാണുണ്ടായത്. ആദ്യമായി വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ സ്തുതിച്ചതും സഹസ്രനാമ പുഷ്പാഞ്ജലി കൊണ്ട് ഭഗവാനെ ആരാധിച്ചതും ഭീഷ്മരാണ്. ഭീഷ്മരുടെ പുഷ്പാഞ്ജലി മറ്റാർക്കും കാണാൻ കഴിയാത്ത വിധത്തിലായിരുന്നു. സ്വന്തം ഹൃദയമാകുന്ന പുഷ്പം കൊണ്ട് ചെയ്ത മാനസ പുഷ്പാഞ്ജലിയായിരുന്നു അത്. എഴുന്നേറ്റ് ശരശയ്യയിൽ മരണത്തിനോട് മല്ലടിക്കുന്ന ഭീഷ്മ പുഷ്പങ്ങളോ അല്ലെങ്കിൽ ദീപങ്ങളോ ധൂപങ്ങളോ എന്തെങ്കിലും കൊണ്ടാണോ ഭഗവാനെ ആരാധിച്ചത്? സഹസ്രനാമം ജപിച്ച് അല്ല, മാനസ പുഷ്പാഞ്ജലിയാണ് നടത്തിയത്. മനസ്സുകൊണ്ട് ഭഗവാനെ ആ വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പുഷ്പങ്ങൾ ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ആദ്യമായി വിഷ്ണു സഹസ്രനാമം കൊണ്ട് ഭഗവാനെ അർച്ചിച്ച ആള് ഭീഷ്മ പിതാമഹനായിരുന്നു. ആ പുഷ്പാഞ്ജലിക്ക് ശേഷം എത്രയെത്ര ഭക്തന്മാരാണ് ഭഗവാനെ സഹസ്രനാമ സ്തോത്രം കൊണ്ടും പുഷ്പാഞ്ജലി കൊണ്ടും ആരാധിച്ചതും ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ സഹസ്രനാമം കൊണ്ട് ഭീഷ്മർക്ക് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ പിന്നീട് ആർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല എന്നതാണ് പരമാർത്ഥ സത്യം. കാരണം ഭഗവാന്റെ പൂർണ്ണ തത്വമറിയാവുന്ന ഭഗവാന്റെ പരമഭക്തനായ ഭീഷ്മർ തൻ്റെ മരണത്തിൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ ഭഗവാനെ നേർക്കുനേർ കണ്ടുകൊണ്ടാണ് ആ മനസ്സുകൊണ്ടുള്ള ആ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തിയത്. അപ്പോൾ ഭഗവാൻ എന്ത് പ്രസാദിച്ചിട്ടുണ്ടാകും ഭീഷ്മരോട്? അത്രയും പ്രസാദം പിന്നീട് ആർക്കും സഹസ്രനാമം ജപിച്ചാൽ കിട്ടില്ല എന്നാണ് ഇവിടെ സൂത പൗരാണികൻ പറയുന്നത് തന്നെ ശൗനകാദികളോട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യമുണ്ടാകട്ടെ, ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ, ഭഗവാന്റെ തത്വം തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിൻ്റെ ഉയർച്ചയിലേക്ക് എല്ലാവരുടെയും മനസ്സ് നിറയട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, ജീവിത അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുവാൻ മനസ്സുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.